ഒരു ഫാസിസം ആ അർത്ഥത്തിൽ വലിയ വിപത്താണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതിനെതിരെ വലിയ പോരാട്ടങ്ങൾ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൽ പങ്കാളിയാവാൻ CPM കഴിഞ്ഞില്ല. കേരളത്തിലെ CPM അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടായി. മാത്രമല്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ CPM എന്നുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് അവർ വന്നു. ആ ഘട്ടത്തിൽ വലിയ തോതിൽ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട CPM വോട്ടുകൾ നമ്മൾ കാണുന്നത് 2024 അത് ഒരു വലിയൊരു പങ്ക് BJPയിലേക്ക് പോകുന്നതാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, ഇപ്പോൾ ആലപ്പുഴയായാലും ആറ്റിങ്ങലായാലും കൊല്ലത്തായാലും കോട്ടയത്തായാലും ഒക്കെ വലിയ തോതിലൊരു ഷിഫ്റ്റ്, പിന്നോക്ക ഹിന്ദു വോട്ടുകളിൽ ഷിഫ്റ്റ് അവർക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ കാരണം ചർച്ച ചെയ്ത് വന്നപ്പോൾ ഇവരെത്തിച്ചേർന്നത് വളരെ വിചിത്രമായൊരു അവസ്ഥയിലാണ്. വർഗീയതയെ മതേതരത്വം കൊണ്ട് നേരിടുക എന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നേരെ തിരിച്ചിട്ട് വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടുക എന്ന ലെവലിലേക്ക് അവരെത്തി.